മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വചന യാത്രയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വായിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യുന്ന വചനഭാഗം മാർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായി എനിക്ക് തോന്നിയ ഒരു ചിത്രമാണ് 12th ഫെയിൽ. 2023 ഇറങ്ങിയ ഒരു പടമാണ്. ആ സിനിമ ഒരു റിയൽ സ്റ്റോറിയാണ്. 12ാം ക്ലാസ്സിൽ പരാജയപ്പെട്ട് കഠിന പ്രയത്നം കൊണ്ട് IPS ഓഫീസറായി മാറിയ മനോജിൻ്റെയും ഭാര്യ ശ്രദ്ധയുടെയും റിയൽ ലൈഫ് സ്റ്റോറി. നാം അറിഞ്ഞത് സിനിമയിലൂടെയാണ്, എന്നാൽ കിട്ടിയത് എക്കാലത്തെ മികച്ച ഒരു ഇൻസ്പിറേഷണൽ മൂവി. എന്നാൽ ഈ ഇൻസ്പിറേഷണൽ മൂവീസിന് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ ഇൻസ്പിറേഷണൽ മൂവീസിനും ഒരു കാലപ്പഴക്കമുണ്ടാകാറുണ്ട്. അതിൻ്റെയൊക്കെ ആയുസ്സിനൊരു പരിധി വരെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് നമ്മുടെയൊക്കെ എപ്പോഴും ഇൻസ്പിറേഷനായിട്ടുള്ള ഒരാളാണ് കർത്താവ്. അതും റിയൽ സ്റ്റോറിയാണ്. എന്നാൽ ഈ റിയൽ സ്റ്റോറി എല്ലാ ദിവസവും നാം കേൾക്കുന്നുണ്ട്. അവൻ്റെ തന്നെ കഥകളിലൂടെ, ഉപമകളിലൂടെ, ചിന്തകളിലൂടെ, വചനങ്ങളിലൂടെ. ഒരിക്കലും നമുക്ക് അതിനൊരു കുറവ് വരുന്നതായിട്ട് തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ അതിനൊരു പ്രചാരം കുറയുന്നതായിട്ട് തോന്നിയിട്ടില്ല. കാരണം അതൊരു ജീവനുള്ള കഥയാണ് കർത്താവിൻ്റെ കഥ. ആ ജീവനുള്ള കഥയാണ് നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നത്. ആ ജീവനുള്ള കഥ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നതായിട്ട് നമുക്ക് തോന്നും. ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ശിമയോൻ്റെ അമ്മായിയമ്മയെ പനി ബാധിച്ച് കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ കർത്താവ് അവളുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. പനി അവളെ വിട്ടുമാറി. സ്നേഹമുള്ളവരെ, ഇതൊരു ഇൻസ്പിറേഷണൽ സ്റ്റോറി ആയിട്ട്, അല്ലെങ്കിൽ ഒരു സൗഖ്യത്തിൻ്റെ കഥയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇത് നമ്മൾ ഓരോ തവണ കേൾക്കുമ്പോഴും ഒരു പുതുമ അനുഭവപ്പെടണം. എല്ലാവർക്കും ഈ ഒരു പുതുമ അനുഭവപ്പെട്ടാൽ മാത്രമേ കർത്താവിൻ്റെ ആ വചനം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നാം മനസ്സിലാക്കേണ്ടത്, എത്ര സമ്പന്നമായ ചിന്തകളാണ് കർത്താവ് ഓരോ ദിവസവും നമുക്ക് തരുന്നത്. എന്നാൽ നമ്മൾ ആ ചിന്തകളെ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് കർത്താവ് പറയുന്ന കൽപ്പനകളും നിയമങ്ങളും നമുക്ക് പാലിക്കാൻ പറ്റാതെ പോകുന്നത്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഒരു സൗഖ്യത്തിൻ്റെ കഥ നമ്മൾ വായിക്കുന്നു. ഒപ്പം അതൊരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണെന്ന് മനസ്സിലാക്കുക. അതിനോടൊപ്പം അവൻ നൽകുന്ന ഈ മനോഹരമായ റിയൽ സ്റ്റോറി നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തണം. കാരണം നമ്മളും യഥാർത്ഥത്തിൽ ഒരു ഇൻസ്പിറേഷൻ ആകേണ്ടവരാണ്. നമ്മുടേതായ ജീവിത രീതികളിലൂടെ മറ്റുള്ളവർക്ക് പ്രചോദനം നൽകേണ്ടവരാണ് നാം ഓരോരുത്തരും. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ടെക്സ്റ്റ് ബുക്ക് അത്യാവശ്യമാണ്. അത് കർത്താവാണ്. നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും കർത്താവ് തരുന്നുണ്ട്. പലപ്പോഴും ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ട രീതിയിൽ കർത്താവിനോട് ചോദിക്കാത്തത് കൊണ്ടാണ് ഉത്തരം കിട്ടാത്തത്. എന്നാൽ എല്ലാത്തിനും ഉത്തരം കർത്താവിൻ്റെ ഉണ്ട്. ഇന്ന് ശിമയോൻ്റെ അമ്മായിയമ്മയെ സൗഖ്യപ്പെടുത്തുമ്പോൾ അവൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിന് ഉത്തരം കൃത്യം കർത്താവ് കൊടുക്കുന്നുണ്ട്. നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ. ഒരുപക്ഷെ കർത്താവ് ഒന്നും അവിടെ പറയുന്നില്ല. അവളെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോഴാണ് കർത്താവിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകുന്നത്. തീർച്ചയായിട്ടും നമുക്കിന്ന് ദിവ്യബലിമധ്യേ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കേട്ട കഥകളിൽ വെച്ച് ഏറ്റവും മനോഹരമായ കഥ കർത്താവിൻ്റെ കഥയാണ്. അത് റിയൽ സ്റ്റോറിയാണ്, ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറിയാണ്, സത്യമായൊരു കഥയാണ്, നമ്മളെപ്പോഴും വിശ്വസിക്കുന്ന ഒരു കഥയാണ്. എന്നാൽ നമ്മുടെ ജീവിതവും ഇതുപോലൊരു റിയൽ സ്റ്റോറി ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും
ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും കർത്താവിനെ പോലെ പറയുന്നത് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നത് പറയുകയും ചെയ്യുന്നവരായി ജീവിക്കുവാനായിട്ട് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.